ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴ ആൻഡ് ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ കണ്ട വീഡിയോയില് ഒരു വിരല് അറുത്ത് മാറ്റുന്നതാണ് നമ്മൾ കണ്ടതല്ലേ. അതിന്റെ ഒരു വർക്ക്ഷോപ്പാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. കാരണം നിങ്ങൾ പലരും ഒരുപാട് നാളുകളായിട്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ കഴുത്തറക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ തലയിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ എറ്റി വീഴുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ വിരൽ എങ്ങനെയാണ് ഒരു ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ഒരു സിനിമ ആയിക്കോട്ടെ, അതിലേക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. വിനയൻ സാറാണ് ഡയറക്ടർ. റൊമാനിയയിലായിരുന്നു അതിന്റെ ഫസ്റ്റ് ഒരു 14 ദിവസം ഷൂട്ട്. അന്ന് ഞങ്ങള് കുറച്ചുപേരെ പോയിട്ടുള്ളൂ. ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനാണ് അവിടെ പോകുന്നത്. ഞാൻ വിദേശത്തേക്ക് പോകുന്ന ആദ്യത്തെ ഒരു സിനിമയായിരുന്നു അത്. കാരണം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തേക്ക് ഭാഷ വലിയ വ്യക്തമായിട്ടൊന്നും അറിയില്ല. കാരണം ഇംഗ്ലീഷാണ്. ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഒന്നിൽ ഓടി ഡയറക്ടർ വിനയൻ സാറിന്റെ അടുത്തേലും അപ്പൊ സാറ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ആകെ അറിയാവുന്ന ഒന്നുകിൽ എന്താണ് വാട്ട് ഈസ് യുവർ നെയിം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ബേസ് സാധനങ്ങൾ പോലും അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അപകർഷതാബോധം, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട് ഇംഗ്ലീഷുമായിട്ട്. അതായത് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഭവം. അതൊരിക്കലും ആരെന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും സിനിമയിൽ ഇംഗ്ലീഷ് അറിഞ്ഞിട്ടാണോടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ ഒരു ടെക്നീഷ്യനായിട്ട് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആകുന്ന സമയത്തായാലും നമുക്ക് തീർച്ചയായിട്ടും ഇനിയും വരുന്ന തലമുറയ്ക്ക് ഇത് ആവശ്യമാണെന്നുള്ള കാര്യം സത്യമാണ്. അത് എനിക്കിത് നിങ്ങളോട് ഇത് പറയാനുണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ഗൈഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവർ വാട്സപ്പ് വഴിയാണ് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ലെവൽ ഉണ്ടല്ലോ. കാരണം നമുക്ക്, ഞാൻ മുന്നേ പറഞ്ഞതിന്റെ കൂട്ട്, നമുക്ക് അപകർഷതാബോധമുണ്ട്. എങ്ങനെയാണ് ആൾക്കാരോട് ഇംഗ്ലീഷ് പറയേണ്ടത് എന്നൊക്കെയുള്ള ഒരു അപകർഷതാബോധം നമുക്കുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ലെവൽ വെച്ചിട്ടാണ് ഇവര് ട്രെയിനറെ നമുക്ക് തരുന്നത്. നമ്മളുമായിട്ട് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ച് അവരെ ഈ വാട്സപ്പ് വഴി നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഭയങ്കര അനുഭവം തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ ഇവർ അവൈലബിൾ ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ട്രെയിനർ ഉണ്ട്. ഈ ട്രെയിനർ നമുക്ക് 60 ദിവസത്തേക്കാണ് നമ്മൾ ഓരോരുത്തർക്കും ക്ലാസ് തരുന്നത്. ഈ 60 ദിവസത്തേക്കുള്ള ക്ലാസ്സിന് ഒരു തുച്ഛമായ ഫീസ് എന്തോ ഈടാക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ 60 ദിവസം കൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ അത്രയും ഫ്ലുവൻസ് ആയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവര് 6 മാസത്തേനൂടെ ഇവര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഭയങ്കരമായി ഉപകാരപ്പെടുന്ന ഇംഗ്ലീഷ് ഗൈഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന്റെ ഡീറ്റെയിലും വാട്സപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ വാട്സപ്പിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എങ്ങനെയാണ് വിരല് സിനിമയിൽ കട്ട് ചെയ്ത് മാറ്റുന്നത്.
തോന്നുന്നു കേരളത്തിൽ ഇത്തരത്തിലുള്ള എഫക്ട്സ്, സ്പെഷ്യൽ എഫക്ട്സുകളൊക്കെ സാധാരണ വെളിയിൽ നിന്നാണ് ആൾക്കാർ വന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിൽ ഇതുപോലുള്ള സ്പെഷ്യൽ എഫക്ട്സ് വർക്കുകൾ ചെയ്യാൻ ഉള്ള ഒരേ ഒരു കലാകാരൻ അത് സേതു മാത്രമാണ്. സേതുവിനെ കുറിച്ച് ഞാൻ മുന്നേ ഉള്ള എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിരുന്നു. ഡയറക്ടർ മനസ്സിലുള്ള ക്യാരക്ടർ എന്താണോ അത് സേതു നമ്മളുടെ മനസ്സിലേക്ക് വരച്ചു തരുന്ന സേതുവിനെ ഞാൻ ആ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയപ്പോൾ ഒരുപാട് കോളുകൾ സേതുവിന് ചെല്ലുകയും അഭിനന്ദനങ്ങൾ ഒരുപാട് ചെല്ലുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് നമ്മൾ ഒരു വിരല് എങ്ങനെയാണ് കത്തി കൊണ്ട് കുത്തി മാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മുറിച്ചു മാറ്റുന്നത് സിനിമയിൽ എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ സേതു നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ സേതുവിനെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ന് ഞാൻ ദൃശ്യം 2 എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന സ്ഥലത്തുനിന്ന് പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും സേതുവിനെ നമുക്ക് വിളിക്കാം ഇങ്ങോട്ട്. ഇതാണ് എന്താ പറയാ, ഇതുവരെ നമ്മുടെ പ്രേക്ഷകർ പലരും ഈ സിനിമയുടെ പിന്നിൽ ഇങ്ങനൊരു കലാകാരനുണ്ടെന്ന് അറിഞ്ഞത് ഈ ചാനലിലൂടെ ആയിരുന്നു. അതിനേറ്റവും കൂടുതൽ ഇപ്പൊ പലയിടത്ത് ചെന്നപ്പോഴും ചോദിച്ചില്ലേ ഇത് സേതു. അപ്പൊ സേതു ഇപ്പൊ ഈ മുടിയൊക്കെ ഒന്ന് വളർത്തിയെന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ ഇത് താടിയായില്ലേ? അപ്പൊ ഇതൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് വിക്കി. അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയാണ് നമ്മൾക്ക് വേണ്ടി ഈ എപ്പിസോഡ് നമുക്ക് വർക്ക്ഷോപ്പ് ചെയ്തു തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഇവിടെ ഒരു വിരലാണ് ചെയ്യുന്നത്. വിരലിൻ്റെ നമ്മൾ ആദ്യമേ മോൾഡ് എടുക്കും. നമുക്ക് മോൾഡിന് വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന അൾജിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ സിനിമയിൽ നമ്മളിത് ഒരുപാട് കൂടിയ മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് മോൾഡ് എടുത്തിട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു സ്റ്റോൺ പ്ലാസ്റ്ററിലാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. കാസ്റ്റ് ചെയ്ത ശേഷമാണ് പിന്നെ നമ്മുടെ സിലിക്കൺ റബ്ബർ ഇതാണ് പ്രൊഡക്റ്റ്. ഇതിനകത്താണ് നമ്മൾ വിരൽ കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് പിന്നെ ഇതിന് ചേർക്കേണ്ട കളേഴ്സ് ഉണ്ട്, സിലിക്കൺ കളേഴ്സ് ഉണ്ട്. അപ്പം ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമ്മളിത് ചെയ്യുമ്പം ഓരോന്നിരുന്നിട്ട് പ്രത്യേകമായിട്ട് കാണിക്കാം. ഓക്കെ, വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ വിരലിൻ്റെ ഒരു ഉടമ വേണം. നമുക്ക് മുറിക്കാൻ തക്ക രീതിയിലൊരു വിരലിൻ്റെ ഉടമ വേണം. ഓക്കെ, അത് തരാം, അതൊന്നും മേടിക്കണ്ട. അതാ ഇവിടെ ഇപ്പം 3 പേരിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്, കണ്ടല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കൂട്ടത്തില് കുറച്ചുകൂടെ വിരലിനൊക്കെ നീളമുള്ളതാണെന്ന് തോന്നുന്നത് ഈ വിഷ്ണു. ഇവനെ അഭിനയിച്ചാൽ ഇവനെ നമുക്ക് അങ്ങ് തകർത്തേക്കാം. ഓക്കെ, വിരല് കുറച്ചൊന്നും മുറിവെന്നല്ലേ ഉള്ളൂ, സ്വല്പം ഇങ്ങനെ കട്ട് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും കുറച്ചങ്ങനെ പോവാം. അതിപ്പോ നമുക്ക് കുറച്ചങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അമൃതയൊക്കെ എടുത്തല്ലേ, പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഗംഭീര വിരല, ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മള് വിഷ്ണുവിന്റെ കൈയുടെ മോൾഡാണ് എടുക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ അകത്തേക്കല്ലേ വിരലിപ്പോ ഇറക്കിയിരിക്കുന്ന കാണിക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ നമ്മള് കൈയുടെ പത്തിയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മള് കുറച്ച് വീതിയുള്ള എടുക്കും. അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ്. അപ്പൊ വിഷ്ണുവിന്റെ കയ്യിലേക്ക് ഇപ്പൊ എങ്ങനെയാണ് വിരൽ വെക്കുന്നത്? നമ്മള് അതിനു മുമ്പേ നമ്മുടെ ഇന്ന് സ്മൂത്തായിട്ടൊന്ന് റിലീസ് ആവാൻ വേണ്ടിട്ട് നമുക്ക് ഇപ്പം ജസ്റ്റ് വാസലിൻ ഒന്ന് നമ്മള് പുരട്ടുകയായി. ഈ വിരല നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് വാസലിൻ പല സംഭവങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാസലിനാണ്. വാസലിൻ പോലുള്ള എന്തെങ്കിലും പെട്രോളിയം ജെല്ല് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതോട്ട് സ്മൂത്തായിട്ട് റിമൂവ് ആവും. നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഏകദേശം സെറ്റായിട്ടുണ്ട് വിരല്. അപ്പം നമുക്ക് ഇനിയിപ്പം അടുത്ത അൾജിനേറ്റ് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് എത്ര എടുക്കേണ്ടി വരും? ഇതിപ്പോൾ നമുക്ക് ഒരു 4 സ്പൂൺ വേണ്ടി വരും. ഒരു 140 മില്ലി വെള്ളവും കൂടെ നമുക്ക് മിക്സ് ചെയ്യേണ്ടി വരും. ഈ വിരല് ഇറങ്ങിയിരിക്കത്തക്ക രീതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കളറ് മാറി തുടങ്ങും. 3 സ്റ്റേജായിട്ടാണ് കളറ്. ഇത് ഇപ്പോൾ ഒരു റെഡിഷ് കളറാണ്. ഇത് നമുക്കൊരു ഓറഞ്ച് കളറിലോട്ട് മാറും. അവിടെ നിന്ന് പിന്നെ അത് യെല്ലോ ആകുമ്പോഴത്തേക്കും സെറ്റിങ്ങിന് ടൈം ആവും. ഇപ്പം നമ്മുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സിലിക്കൺ കാസ്റ്റ് ചെയ്യാം. കാസ്റ്റിങ്ങിനായിട്ട് നമ്മൾ സിലിക്കണാണ് ഉപയോഗിക്കുന്നത്. വിക്കി ഒന്നും ഇതല്ല, നമ്മൾ സിലിക്കണാണ് ഉപയോഗിക്കുന്നത്. ഈ സിലിക്കൺ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത്, അതായത് നമ്മൾ ബിയർ ബോട്ടിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സിലിക്കൺ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്.
നമ്മൾ ആമസോൺ വഴി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇത് റബ്ബർ സിലിക്കാണ്. അങ്ങനെയാണ് നമ്മളിതിപ്പം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. 10 മില്ലി വെച്ചിട്ടാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് എയും ബിയും ഉണ്ട് സിലിക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു 10 മില്ലി എ എടുത്തു. 10 മില്ലിയാണ് ഈ ഒഴിക്കുന്നത്. 10 മില്ലി സിലിക്കണാണ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബിയും ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ കളർ വെച്ച് യോജിപ്പിച്ച്. ബി എന്ന് പറയുമ്പോൾ ഈ സിലിക്കൺ തന്നെയാണ്. രണ്ടും സെറ്റിംഗ് ടൈം രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ നമുക്കിത് സെറ്റ് ആകത്തുള്ളൂ. അതിപ്പോൾ നമ്മൾ രണ്ടാമത് ബി ബോട്ടിൽ വന്ന സിലിക്കണാണ് നമ്മളിപ്പം എടുക്കുന്നത്. ഇനി ഈ സിലിക്കണിലേക്ക് കളർ മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ പിഗ്മെൻ്റ് ആണ്. ഇതുപോലെ ഒന്നിലധികം പിഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്കിൻ ടോൺ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇതിപ്പം വൈറ്റ് നമുക്ക് ബേസ് കളറായിട്ട് ഒരു വൈറ്റ് അത് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിത് ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബേസിക് ഒരു കളർ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കളർ വൈറ്റാണ് ഫസ്റ്റിൽ ഇടുന്നെങ്കിൽ നമുക്ക് മറ്റുള്ള കളറുകൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കളറുകൾ ഡെപ്ത്ത് കൃത്യമായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് വൈറ്റ് എടുക്കുക. ഓക്കെ, നമ്മൾ ആദ്യമേ എയിൽ വൈറ്റ് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബിയിലും ഇതുപോലെ തന്നെ വൈറ്റ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ വൈറ്റ് ഏകദേശം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ബിയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കളറിലേക്ക് കിടക്കാം. ഞാനിപ്പം അടുത്തത് സ്കിൻ ടോണിൻ്റെ ബേസ് ടോണുകൾ വെക്കുകയാണ്. ഓക്കെ, ഇച്ചിരി യെല്ലോ ചേർത്ത് മിക്സ് ചെയ്യാണ്. എയിലും ബിയിലും ഞാൻ ഇതുപോലെ കുറച്ച് കളറുകൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ അടുത്തത് നമ്മൾ സ്കിൻ ടോണിനായിട്ട് അടുത്ത ഒരു കളറും കൂടെ ചേർക്കുകയാണ്. ഓക്കെ, നോക്കൂ. ഇതിപ്പം ഏകദേശം ഒരു സ്കിൻ ടോണിൻ്റെ ബേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ എക്കകത്താണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇനി ബിയിലും ഇതുപോലെ തന്നെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. സെയിം കളർ തന്നെ. ഓക്കെ, ഞാനിപ്പം ബിയിൽ കളർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഈ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ കൈയുടെ ഉടമ അത്യാവശ്യം വെളുത്തിട്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സെയിം ടോണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്നത് ഒരു ഡാർക്ക് ടോണാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നെക്സ്റ്റ് ചെയ്തപ്പം ഇത്രയും കൂടെ ബ്രൈറ്റ് ഇട്ട്, കാരണം വെച്ചാൽ പുള്ളിയുടെ നിറം ഇത്രയും കൂടെ ബ്രൈറ്റാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മോൾഡിലേക്ക് ഇട്ട് അതിൻ്റെ കാസ്റ്റിങ് നടക്കാൻ പോവുകയാണ്. ഓക്കെ, കാസ്റ്റ് ചെയ്യാം. നമ്മൾ എയും ബിയും മിക്സ് ചെയ്യാൻ പോവാണ്. ഇതൊരു ബേസ് ടോൺ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളിതിന് കാസ്റ്റ് ചെയ്യാൻ പോകണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കാലാവസ്ഥ ബേസ് ചെയ്തിരിക്കുന്ന സെറ്റിങ്ങിൻ്റെ ടൈം. ഇത് തണുപ്പുള്ളതാണെങ്കിൽ കുറച്ച് താമസിക്കും. ചിലപ്പോൾ സെറ്റ് ആകാതിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇത് വീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആകാതിരിക്കും. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ടെമ്പറേച്ചർ ഒരു വിഷയമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്യാം. നീ ഇതെങ്ങനെയാണ് ചെയ്ത് ഇതിങ്ങനെ പഠിക്കുന്നത്? ഇതിൻ്റെ ഒരു സെറ്റപ്പിൽ ആരോടെങ്കിലും പോയതാണോ അതോ നീ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്തെടുത്താണോ? ഞാനിത് പഠിക്കുന്നത് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവിയറുടെ ലോർഡ് ലിവിങ്സ്റ്റൺ പുള്ളി വർക്ക് ചെയ്തതാണ്. അത് കുറേ സ്പെഷ്യൽ മേക്കപ്പ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സ്കെച്ചസ് ഒക്കെ ഞാനായിരുന്നു ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പുള്ളി ഇതിൻ്റെ കുറച്ച് കുറച്ച് ആദിവാസികളോട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഇതിനെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. അതിനുശേഷം യഥാർത്ഥത്തിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് രഞ്ജിത്ത് അമ്പാടി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ രഞ്ജിത്തേട്ടൻ്റെ ടേക്ക് ഓഫിനകത്ത് പുള്ളി വർക്ക് ചെയ്ത് ടേക്ക് ഓഫിനകത്ത് ഈ പാർവതിയുടെ വയറ് ആ വയറ് അതിൻ്റെ മോൾഡ് ഞങ്ങൾ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ അങ്ങനെ കുറേ അധികം റോണക് ചേട്ടൻ്റെ വർക്ക്, ഡാഗിനി, പിന്നെ അതുപോലെ തന്നെ രഞ്ജിത്തേട്ടൻ്റെ സഖാവ്, അതുപോലെ കുറേ അധികം വർക്കുകൾ
ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ലാസ്റ്റായിട്ട് നമ്മുടെ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞിട്ട് മൂവിയിൽ ആസിഫ് അലിയുടെ ആർ ജെ വയനാടിനാണ് മേക്കപ്പ്. അപ്പോൾ അതിന് നമ്മളൊരു കൈ ഫുള്ള് വെട്ടി കളഞ്ഞിരിക്കുന്ന ഒരു സാധനം ചെയ്തിട്ടുണ്ട്. കൈ മൊത്തത്തിൽ വെട്ടി മാറ്റിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ചാനലിലൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ കൈ എങ്ങനെയാണ് വെട്ടി മാറ്റിയിടുന്നത്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു ഇതേ മെത്തേഡാണ് അല്ലേ? അപ്പോൾ നമ്മളിത് ഇതിൽ എയും ബിയും സിലിക്കൺ ഉപയോഗിച്ച് ഇതിനകത്ത് കളർ ചെയ്ത് എന്നിട്ട് എയും ബിയും യോജിപ്പിച്ചിട്ട് നമ്മൾ ഈ മോൾഡിൽ ഒഴിച്ച് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റിനുള്ളിൽ ഇത് സെറ്റാവും. സെറ്റായിട്ട് നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ഇതിനകത്തൊന്ന് നമുക്ക് വിരൽ വെളിയിലെടുക്കാം. ഓക്കെ, ഇപ്പം ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന വിരലിൻ്റെ മോൾഡാണിത്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് കാസ്റ്റ് ചെയ്ത പ്രോപ്പർട്ടി എടുക്കുകയാണ്. ഓക്കെ, ഫുൾ ഡീറ്റെയിൽസ് ഉള്ള വിരലാണ്. ഇത് നല്ല ഫ്ലെക്സിബിളാണ്. ഓക്കെ, ഇത് നമുക്കിനി ഇതിൻ്റെ മുകളിൽ കളർ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന്, ഇത് ബേസ് കളറാണ്. നമുക്കിത് ഒന്ന് കളർ ചെയ്ത്, അപ്പം ഇദ്ദേഹത്തിൻ്റെ വിരലിൻ്റെ കളറുമായിട്ട് നമുക്കൊന്ന്, അല്ലെങ്കിൽ കൈയുടെ കളറുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് നമുക്കിനി പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്ത പ്രോസസ്സ് അതാണ്. സേതുവിനെ മുന്നേ ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ അതാണ് അഭിമാനത്തോടെ പറയാൻ കാരണം സേതു ഈ വർക്ക് ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ്. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫിഗർ വരച്ചാൽ പോലും അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നമ്മളുടെ കഥാപാത്രം എന്ന് പറയുന്നതിനോട്ട് ഈ വിരലിൻ്റെ പെർഫെക്ഷൻ നമ്മൾ നോക്കി, അത് എത്രയോ മനോഹരമായിട്ടാണ് സേതു ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സേതുവിൻ്റെ ഒരു ക്വാളിറ്റി. എനിക്ക് തോന്നുന്നു ഇത്രയും ആത്മാർത്ഥതയായിട്ട് വർക്ക് ഇങ്ങനെ ചെയ്യുന്നവരെല്ലാവരും ഈ പറയുന്നതിൻ്റെ തൊട്ട് വർക്ക് ചെയ്യും, എന്നാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ. അതുകൊണ്ടാണ് ഞാൻ അഭിമാനത്തോടെ ഞാനിവനെ പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾക്ക് കൂടുതൽ സ്നേഹം തോന്നും. കാരണം ആ ഒരു കലാകാരൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കലയോട് തോന്നുന്ന ഒരു ഇഷ്ടം അവനോട് സ്വാഭാവികമായിട്ട് തോന്നും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്നു അത് തന്നെയായിരിക്കും ഇപ്പോൾ സേതുവിൻ്റെ അടുത്ത്. ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫിനിഷ് എന്നല്ല, ഏകദേശം ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ അല്ല ഇത് കളർ ചെയ്യേണ്ട. ഞാൻ ഇത് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ഉണങ്ങി വേണം ചെയ്യുന്നത്. ഇത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സീരിയലോ ഒരു ഷോർട്ട് ഫിലിമോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം. അതെ, നമുക്ക് ഇപ്പം നഖമാണെങ്കിൽ പോലും നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഇതിനകത്ത് നമ്മൾ പെയിന്റ് ചെയ്ത ശേഷം ഇതിനകത്ത് നമുക്ക് ക്ലിയർ നെയിൽ പോളിഷ് അടിക്കുന്ന ഒരു ക്ലിയർ, അപ്പൊ അത് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് മാച്ച് ആവും. നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഉണങ്ങിയ ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് മിക്സ് ആവും. അപ്പൊ ഒരു 5 കോട്ടും കൂടെ ഇത് കറക്റ്റ് ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാമായിരുന്നു. ഇപ്പൊ തൽക്കാലം നമ്മൾ ഒറ്റ കോട്ടിൽ നിർത്തുകയാണ്. നമുക്ക് ഷൂട്ടിന്റെ പർപ്പസിനായിട്ട്. ഓക്കെ, സിലിക്കണി കാസ്റ്റ് ചെയ്ത വിരൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ഇവിടെ ഈ ഡെസ്കിലാണ് നമ്മൾ കൈ വെച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൈയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിരൽ ഇതാണ്. നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഷോട്ടുകൾ നമ്മളിവിടെ വെച്ച് എടുത്ത ശേഷം നമുക്ക് ഇവിടേക്ക് നമ്മൾ ഈ കൈ ഇറക്കി വെക്കും. ഏകദേശം ഇതിൻ്റെ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ ചെയ്തിട്ട് വന്ന വിരൽ നമുക്ക് ബാലൻസ് ചെയ്ത് എത്രത്തോളം വരും എന്നുള്ളത് നോക്കുക. ഏകദേശം എനിക്ക് തോന്നുന്നു ഇത്രയും വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പ്രൊപ്പോർഷൻ അനുസരിച്ച് കിട്ടും. അപ്പോൾ നമുക്കിതിന് കട്ട് ചെയ്യാം.
ഇത് ഏകദേശം നമ്മൾ ഒരു അളവിന് ഏകദേശം ഒരു അളവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പം ഇത് കട്ട് ചെയ്ത ശേഷം ഇവിടെ ഉള്ള ഒരു പാച്ച് നമുക്കവിടെ ചെയ്യാം. അപ്പോൾ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വാക്സ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇച്ചിരി ക്ലേ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ കട്ട് ചെയ്ത ആ ഒരു പാർട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് 3 അക്രിലിക്കാണ് ഞാൻ അത് തേക്കുന്നത്. കുറച്ച് അക്രിലിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ക്ലേ വെച്ചിട്ടാണ് ഇപ്പോൾ അവിടുത്തെ ഒരു പാർട്ട് ചെയ്തത്. വാക്സ് വെച്ചിട്ട് ചെയ്യേണ്ട സംഭവമാണ്. നമുക്ക് സിലിക്കൺ വെച്ചിട്ടും ചെയ്യാം. ഇപ്പം ഒരു ടെമ്പററി സെറ്റപ്പിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുക. ഓക്കെ, അതായത് കട്ട് ചെയ്ത പീസിലും നമ്മൾ ഒറിജിനൽ കയ്യിലും സെയിം അക്രിലിക്ക് നമ്മൾ തേച്ചു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. കണ്ട ഏകദേശം ആ കട്ട് ചെയ്ത് മാറിയതിൻ്റെ ഒരു ഫീലിലോട്ട് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി കഴുത്ത് മുറിക്കുന്നത്, പിന്നെ അതേപോലെ തന്നെ ആ ബ്ലഡ് ഇങ്ങനെ തലയിൽ നിന്ന് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സേതു ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ ഇല്ലേ ചോദിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ചാനൽ കുമ്പഴാൻ ക്രൂ എന്ന് പറയുന്ന ഈ ചാനൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ഇതിന്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ.